വഴിക്കടവ് പഞ്ചായത്തിലെ 1ാമത്തെ ബൂത്തിൽ 2ാം സ്ഥാനത്ത് പി വി അൻവർ. ആ 2ാമത്തെ സ്ഥാനത്ത് പി വി അൻവർ എങ്ങനെയാണ് വരിക? അവിടെ പി വി അൻവർ വോട്ടില്ലാതെ വന്നതാണോ? അതെങ്ങനെയാണ് വോട്ട് വന്നത്? അവിടെ വോട്ട് വന്ന് ഭരണവിരുദ്ധ വികാരമാണെന്ന് ഞാൻ പറയില്ല. കാരണം എന്താണ്, നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ അതേ ബൂത്തിൽ അതേ വോട്ടെടുത്ത് നോക്കിക്കോളൂ. ഇതേ സെയിം വോട്ട് പി വി അൻവറിന് അവിടെ ഉണ്ട്. അത് എവിടുന്ന് കൊണ്ടുവന്നാ? അത് പി വി അൻവർ കൊണ്ടുവന്ന വോട്ടാണ്. വഴിക്കടവില് 35 വോട്ടിന്റെ ലീഡല്ല, അത് മൊത്തത്തിൽ ലീഡാണ്. ബൂത്തിലെ കാര്യം പറയുന്നത്, അല്ലല്ല, നിങ്ങൾ പി വി അൻവറും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി. വഴിക്കടവ് പഞ്ചായത്തിൽ പി വി അൻവറും കൂടി ഉണ്ട്. 6000 വോട്ടിന്റെ ലീഡ് നിങ്ങൾക്ക് പറയായിരുന്നു. ഇപ്പൊ 1800 അതാ പറഞ്ഞ ആ ബൂത്തിൽ ഒരു ബൂത്തിൽ രണ്ടാം സ്ഥാനം ഒരു ബൂത്തിൽ കഴിഞ്ഞ തവണ 35 വോട്ട് മാത്രം ഫസ്റ്റത്തെ റൗണ്ട് എണ്ണി കഴിഞ്ഞപ്പോൾ പി വി അൻവർ 2ാം സ്ഥാനത്ത് വന്നു. ആ സ്ഥലത്ത് കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാ 2ാം സ്ഥാനത്തിലെ 3ാം സ്ഥാനത്താണ് ആര് നിൽക്കുന്നത്? BJP കോൺഗ്രസ് നിന്നിരിക്കുന്നത്. ആ കോൺഗ്രസ് 1ാം സ്ഥാനത്തേക്ക് വന്നപ്പോൾ 2ാം സ്ഥാനത്ത് പി വി അൻവർ വന്നു. അവിടെ LDF വന്നില്ലേ? കാരണം എന്താണ്, അവിടെ പി വി അൻവർക്ക് 18,000 വോട്ട് 16,000 വോട്ട്. അപ്പൊ പി വി അൻവർ അവിടെ ഒരു വോട്ടില്ലെന്നാണ് ജിമ്മി പറഞ്ഞു വരുന്നത്. 2019 2021 കഴിഞ്ഞ തവണ എവിടെ പോയി? എന്താ ഇതേ വഴിക്കടവിൽ പി വി അൻവർ പ്ലസ് LDF വെറും 35 വോട്ട് ലീഡാണ്. അവിടെ 6000 വികാരം വന്ന നിങ്ങൾ അൻവറിനോട് കൂട്ടുന്നേ. നിങ്ങൾ 1800 പറയുന്നില്ലേ? അൻവറിനോട് കൂട്ടി അതിനേക്കാളും വലുതാവൂല അങ്ങനെയാണെങ്കിൽ.